ലക്ഷ്മിയമ്മേ, ഇവിടെ ആരാണ്ടൊക്കെ വന്നെന്ന് കേട്ടു. ആ, നമ്മുടെ ശിവയുടെ കൂട്ടുകാരുണ്ടായിരുന്നില്ലേ, മാധവും ദേവും, അവരാ വന്നത്. അല്ല, അപ്പു ക്ലാസ്സിന് പോയില്ലേ? നന്ദു എവിടെ? ആ മോനെ, അപ്പോൾ ക്ലാസ്സിന് പോയി. നന്ദു അടുക്കളയിലുണ്ട്. എന്നാ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? അടങ്ങി നിക്കടി അവിടെ, ശബ്ദം ഉണ്ടാക്കിയ കുന്നു കളയും. വീട് തന്നെ നിങ്ങൾ ഇത്ര വൃത്തികെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ ഉണ്ടായത് നീയും ഞാനല്ലാതെ വേറൊരാൾ അറിഞ്ഞ നിന്റെ പുന്നാര അനിയനുണ്ടല്ലോ അപ്പു, അവനെ പിന്നെ നീ കാണില്ല. ദൈവമേ, എനിക്ക് മാത്രം എന്തെങ്ങനെയൊക്കെ. അയാൾ എത്ര വൃത്തികെട്ടവനായിരുന്നു. അയാൾ എൻ്റെ അനിയനത്തിനും ചെയ്യും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആഹാ, നന്ദുമോളാണല്ലോ. ഹലോ നന്ദുമോളെ. ആ ദേവച്ച, എനിക്ക് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. ദേവി, മാധു എവിടെ? അങ്ങേരാ ഹാളിലുണ്ട്. എടാ, നന്ദുമോള് വിളിച്ചു. എടാ, അവൾക്ക് കല്യാണത്തിന് സമ്മതം അത്രേ. കല്യാണത്തിന് സമ്മതം എന്ന് പറഞ്ഞാ ഇനിയൊന്നും നോക്കണ്ട മറ്റു, നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം. ദേവേട്ടാ, കിച്ചു ഇനി എന്തെങ്കിലും എതിർപ്പ് പറയോ? നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ല രേവതി. സെമ്പരത്തി, നല്ല സെമ്പരത്തി. മോനെ കിച്ചു, നീങ്ങ് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. എന്താ അച്ഛ ഒരു വശപ്പശക്ക്? അല്ല, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇത്തിരി ഉണ്ടായിരുന്ന ചെറുക്കനാ ഇപ്പൊ അങ്ങ് വളർന്നു വലുതായി കല്യാണപ്രായം എത്തിയിരിക്കണു. മരിക്കുന്നതിന് മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട്, ഇവന്റെ കല്യാണം ഒന്ന് കാണണമെന്ന്. അയ്യോ, കണ്ണീരൊക്കെ വരുന്നു. എന്ത് ചെയ്യണം? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ല, നീ ഒന്ന് ചെറുതായിട്ട് കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. കല്യാണോ? അച്ഛാ ടോണ്ടു എടാ തെണ്ടി, എവിടെയാടാ എൻ്റെ അണ്ടർവെയർ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ സ്ഥാനത്തോട്ട് കളിക്കരുതെന്ന്? മര്യാദക്ക് തന്നു. ആ മോനെ കാശി, എടോ രക്ഷിക്കടോ, ഇവരെല്ലാം കൂടി എന്നെ പിടിച്ച് കെട്ടിക്കുന്നു. അതെന്ത്, ഇവനെന്താ പശുക്കുട്ടിയാ പിടിച്ച് കെട്ടിയിടാൻ? എടാ അതല്ലടാ മരവാണമേ, കല്യാണം കഴിപ്പിക്കുന്നാടോ പറഞ്ഞത്. ആ കല്യാണമോ? അതും ഇവനെക്കാരന് പെണ്ണൊടുക്കൂ. കാശി, നീ പോയി അനന്തുവിനെ വിളിച്ചോണ്ട് പോവാ, എനിക്ക് സംസാരിക്കാണ്ട്. എടാ അനന്തു ഏട്ടാ, നീ വല്ലതും അറിയുന്നുണ്ടോ? അച്ഛനും മാതാച്ചനും കൂടി കിച്ചുവിന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. അതെന്താ പെട്ടെന്നൊരു കല്യാണം? ആ എനിക്കറിഞ്ഞൂടാ, അച്ഛനെന്തോ സംസാരിക്കണ്ടത്രേ, നീ വാ. ഏട്ടാ, ശിവേട്ടനും നീതുവിനും ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നില്ലേ, അതിനെ കണ്ടോ നിങ്ങൾ? ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കോളേജിൽ പോയിരുന്നു. ആ മക്കളെ, നിങ്ങൾ ഇരിക്കേ. ശിവ, നീതു, ഇവരെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളെ മൂന്നാളെയും പോലെ തന്നെയായിരുന്നു ദേവ്, മാധവ്, ശിവ. ഞങ്ങൾ മൂന്നുപേരും. ഞങ്ങളിൽ ഒരാളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല, അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും എല്ലാത്തിനും ഒരുമിച്ച്. കല്യാണം കഴിഞ്ഞ് കുട്ടി മക്കളൊക്കെ ആയതോടെ ഞങ്ങൾ അതിൻ്റെ തിരക്കപ്പെട്ടു. പിന്നീട് ഒരു ദിവസം ഞാൻ അറിഞ്ഞത് വീട് തീപിടിച്ച് ശിവയെ നെയ്തു മരിച്ചു എന്ന്. അതിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. അവൻ്റെ മക്കളെവിടെയാണെന്ന് ഞങ്ങൾ കുറേ അന്വേഷിച്ചു, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് അവൻ്റെ മക്കളെവിടെയാണെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാട്ടിലേക്ക് വന്നത് തന്നെ. അവൻ ഒരാഗ്രഹം പറഞ്ഞിരുന്നു, അവൻ്റെ മോളെ എൻ്റെ മോനെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. മോനെ കിച്ചു, അച്ഛൻ മോൻ്റെ അടുത്ത് ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുക, മോനെ ഈ കല്യാണത്തിന് സമ്മതമല്ലേ? കിച്ചു, അമ്മയ്ക്ക് മനസ്സിലാവും നിന്നെ. നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കില്ല നിന്നെ. കിച്ചു, ഇതാ അവളുടെ ഫോട്ടോ, നോക്കിയോക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണല്ലേ, എനിക്ക് ഉറപ്പാ അവള് സുന്ദരിയാവും. എനിക്ക് സമ്മതമാണ് ഈ കല്യാണത്തിന്. ഏതാണ്ട് കല്യാണം ഉറപ്പിച്ചൊരു ലക്ഷണമുണ്ട്. അല്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. അമ്മ, ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചാ? അതെൻ്റെ ഫോണിലുണ്ട്, എടുത്ത് നോക്ക്. ഇവള് ഞാൻ എവിടെയോ, ആ ഇതവളല്ലേ?
അയ്യോ ഇതെന്തായാലും പൊളിക്കുമല്ലോ. പാവം 2 ഡാഡീസ് ആൻഡ് 2 മമ്മീസ്. അവർക്കറിയില്ലല്ലോ ഇവർ ഓൾറെഡി മീറ്റ് ചെയ്തതാണെന്നും ഇവൻ അവളെ ക്രഷാണെന്നും. അല്ല ഒരു പ്രശ്നമുണ്ടല്ല കാശി, അവനല്ലെങ്കിൽ ഇവളുടെ അനിയനെ കണ്ടെടുത്താ കണ്ടുകൂടാ. ഇവളാണ് പെണ്ണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ വീട് തലതിരിച്ച് വെക്കാതിരുന്നാൽ മതി. ആ വരുന്നിടത്ത് വെച്ച് കാണാം. ചേച്ചി എന്താടാ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? മുഹൂർത്തം 10:30 ചെല്ലി പോയി ഡ്രസ്സ് മാറ്റിട്ട് വാ. അത് പിന്നെ ചേച്ചി ചെക്കൻ ആരാന്ന് പോലെ അറിയാത്തൊരു കല്യാണത്തിന്. അപ്പോ ഈ സംസാരം ഇവിടെ വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് അത്രമാത്രം നീ അറിഞ്ഞാൽ മതി. ചെല്ലി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അതെന്തു എനിക്ക് ടെൻഷനാവുന്നതാ. ഏട്ടനായോണ്ട് പറയല്ല, ഞാൻ കണ്ടതിൽ വെച്ചൊരു ഭൂലോക തോൽവിയാടാ നീ. എന്തുവാടാ കാശി അങ്ങനെ പറയലടാ. ഈ ഏട്ടന്റെ മനസ്സ് വേദനിച്ചു. പെണ്ണേതാന്ന് പോലും അറിയാത്തൊരു കല്യാണത്തിന് ഈ മരമാണ് സമ്മതിച്ചിരിക്കുന്നു. എടാ നിനക്ക് തീരെ ബോധമില്ലേ പൊട്ടാ. അത് പിന്നെ അച്ഛൻ അത്ര ഇമോഷണലായിട്ട് പറഞ്ഞപ്പോ പിന്നെ ശിവാച്ചന്റെ മോളാന്നും കൂടിയല്ലേ പറഞ്ഞേ. ഓ വലിയ നന്മമരം. എന്നാ നീ അനുഭവിച്ചോടാ തിണ്ടി. എടാ ആ കൊച്ചത്രക്ക് മോശമൊന്നല്ലടാ, കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. അതിന് നീ ആ കൊച്ചിനെ കണ്ടണ? ഏയ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ആ കൊച്ചിനെ നന്നായിട്ട് ചേരും. ഹാ ചേർന്നാ മതിയായിരുന്നു. എടാ അപ്പുക്കുട്ടാ നീ അങ്ങ് സുന്ദരനായല്ലോ. ഷേ പോടുന്നു, എനിക്ക് നാണം വരും. ഡേ ചുമ്മാ ചിരിപ്പിക്കല്ലേ, നിനക്ക് ആ സാധനം ഉണ്ടായിനി. എന്നാലും എന്തിനാവും ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവുക? അത് ഞാനും ആലോചിക്കായിരുന്നില്ല. 2 ആഴ്ച മുമ്പ് വരെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളാ. ഷോ സമയത്തിൻ്റെ ഒക്കെ ഒരു പോക്കേ. അല്ല അപ്പുക്കുട്ട ഒരു ഡൗട്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നീയും മുത്തശ്ശിയും വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ? അതല്ലേ പ്ലോട്ട് ട്വിസ്റ്റ്. കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ്റെ അച്ഛൻ എന്നെയും മുത്തശ്ശിയും കൂടി അവരുടെ വീട്ടിൽ നിർത്താൻ പോവാത്രേ. മോനെ അപ്പുക്കുട്ട ഗോളടിച്ചല്ലോ. ചെക്കൻ അനിയത്തി വല്ലതും ഉണ്ടോ വളയ്ക്കാൻ? ചെക്കൻ അനിയത്തില്ല അനിയനാണെന്നാ പറഞ്ഞു കേട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. സാരല്ലടാ പോട്ടെ, നിനക്ക് അടുത്ത ജന്മത്തിൽ പെണ്ണിട്ടാ ഞാൻ പ്രാർത്ഥിക്കണ്ടേ. നിനക്കൊന്നും പെണ്ണിനല്ലോ, അപ്പൊ പിന്നെ മിണ്ടരുത് കേട്ടാ. എന്തോ നോക്കിക്കാ മനുഷ്യ, അങ്ങോട്ട് ചെല്ല്. നീ നന്ദൂരം നോക്കിയാ അവളെ കൂടെ ആരാ? ഇത്രയും നേരം ഞാൻ അവിടെ ആയിരുന്നു മനുഷ്യ. ഇപ്പൊ ഞാൻ ദേവീനെ അവളെ അടുത്ത് നിർത്തി ഇങ്ങ് പോന്നതാ. കിച്ചു റെഡിയായോ എന്തോ, ആ 2 കൂടെ അവൻ. ഇത് അവനല്ലേ? ഇവനെന്താ ഇവിടെ? ഡേ നീ എന്തുകൂടെ അണ്ടി പോയി അണ്ണൻ്റെ പോലെ നിൽക്കുന്നേ? മുഹൂർത്തമാണായി വാടാ. എന്താ മോനെ കാശിനാഥേ, കുറെ നേരമായാലോ ഒരു ചുറ്റിക്കളി. എന്ത് ചുറ്റിക്കളി? ഞാൻ ആ ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്ന് ആലോചിക്കുമായിരുന്നു. ബിരിയാണിയാണോ അതോ മുന്നിലിരിക്കുന്ന പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നാണോ? അതിന് പാൽപ്പായസം നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചിരിക്കണോ ഇവിടെ? നടക്കട്ടെ നടക്കട്ടെ.